Watch full episodes on Jio Hotstar. നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ ഭാഷ നാസർ. ഹെറോഷ്യസ് പെട്ടെന്ന് ഇവിടെ വന്ന് ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെടാൻ ഓടി ഒളിച്ചു. പിന്നെ എനിക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാനാവില്ല, കാരണം അവൻ ഒരുപാട് മാജിക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ലോകം അപകടത്തിലാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് ആവശ്യമുണ്ടോ ഞാനത് ഞങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ എൻ്റെ ഈ നഗരം തിരിച്ചു പിടിക്കാൻ നീ എനിക്ക് സഹായിക്കണം. എനിക്ക് എൻ്റെ സിംഹാസനം എനിക്ക് തിരിച്ചു പിടിക്കണം. സമ്മതിച്ചു. ഇപ്പൊ ഷാക്കിർ ആരുടെ പേരാണെന്ന് പറയാവോ? ഷാഹിറോ? ഷാഹിർ ആരുടെ പേരല്ല. ഒന്ന് ആലോചിക്കൂ, ഷാക്കിറിന്റെ പേരിൽ ആരെങ്കിലും കാണും. നിങ്ങളുടെ മുത്തശ്ശന്മാർ. ഓഹോ, എന്റെ മുതുമുത്തച്ഛന്റെ പേര് ഷാഹിർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശില്പം ഈ നഗരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകും, ഞങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് പോകണ്ടേ? വാടാ വാടാ, ഞങ്ങളുടെ പുറകെ വാടാ. ഈ സ്റ്റാച്ചു ഒന്ന് നോക്കിക്കേ. എന്തോ കിങ് ഷാക്കിർ ആർക്കോ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. കല്ലതിന്റെ താഴെ തന്നെ കാണും. കല്ലോ? ഏത് കല്ല്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ താഴോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്നാലും ഇവിടെ നിന്ന് നോക്കാം. അതായിരിക്കും ആ സ്ഥലം. കൂട്ടുകാരെ, ഞാൻ ആ വഴി കണ്ടെത്തി കഴിഞ്ഞ്. വരൂ, നമുക്ക് അകത്തോട്ട് പോകാം. അയ്യോ, ഇതെന്തൊരു ഗുലുമാലാണ്. നമ്മൾ ഇറങ്ങി എങ്ങോട്ടായി പോകുന്നേ? ഈ സ്ഥലം വളരെ വിചിത്രമാണല്ലോ. ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാലും കോറിഡോർസ് ആണല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? ആ കാണുന്ന പെയിന്റിംഗിൽ എന്തെങ്കിലും ക്ലൂ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ വഴിയിലോട്ട് ചെല്ല്. എല്ലാ കാക്കകളും ഒരേ ഡയറക്ഷനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ആ കാക്കകൾ നമുക്ക് ഡയറക്ഷൻ പറയുവാണ്. അവിടെ ഉണ്ട് കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. അതിഭയങ്കര കാറ്റ് വീശുന്ന ശക്തി അതിനുണ്ട്. അടിപൊളി. എന്റെ നഗരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ? എനിക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും അടുത്ത പുലിവാല വന്നല്ലോ. ഇവിടെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങോട്ടാ പോവാ? എങ്കിൽ ഞാൻ പിന്നെ എന്റെ കടയിൽ കയറിയേക്കാം.
വാ ഇങ്ങോട്ട് വാ. അവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒച്ച അവിടുന്ന് വരുന്നേ. വാ. രുദ്ര, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. കെട്ടിപ്പോയി. കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. Сибайска, door close. കുട്ടി, നീ എന്താ കരുതിയത്? ഈ ഒരു ചുവര് കെട്ടി നീ എന്നെ തടഞ്ഞു നിർത്താവുന്നോ? ഹിറോഷിയസ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സൈനികരെ, ഈ ഷീൽഡിനെ തല്ലി തകർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ വായി നോക്കി നിൽക്കുന്നേ? വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഓർത്തു നോക്ക്, ആ പസിലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന, ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാൽ ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാല് ഒരു കല്ല് താഴെയാണെങ്കിൽ മറ്റൊന്നും മുകളിലുണ്ട്. പക്ഷെ ഇത് മുകളിൽ എവിടെയാണ്? എവിടെയാണ്? മുകളിൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷെ കല്ലെവിടെയാണ്? രുദ്ര, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യേ. അവന്റെ ഹാമർ നിന്റെ ഷീൽഡ് തകർത്തുകൊണ്ടിരിക്കുക. പുറത്തു വന്നാൽ അവൻ നമ്മളെ ക്രാക്ക് ചെയ്യും. ഉത്തരം ആ പസിലിൽ തന്നെയുണ്ട്. ചില സമയങ്ങളെല്ലാം മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ധന്യം തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ധന്യം അവൻ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കല്ല് അവൻ കഴിക്കാൻ പോവുകയാണ്. യെസ് യെസ്, ആദ്യത്തെ കല്ല് അവന്റെ വയറിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നാലാമത്തെ കല്ലാണെന്ന്. ഒരു പക്ഷേ അത് യെസ്, കെട്ടിപ്പോയി. കല്ല് അതിന്റെ വയറിനകത്ത് തന്നെയുണ്ട്. ഈ അഞ്ചാമത്തെ കല്ല് എനിക്ക് എന്തുകൊണ്ടാ കിട്ടാതിരിക്കുന്നത്? എങ്ങനെയാ ഞാനിത് അന്വേഷിക്കുക? എന്തൊരവസ്ഥയാ ഇത്? സമയവും പോയിക്കൊണ്ടിരിക്കുക. എന്റെ പ്ലാൻ ഒരിക്കലും പൊളിയാൻ പാടില്ല. അഞ്ചാമത്തെ കല്ലിന്റെ യാതൊരു സൂചന കിട്ടുന്നില്ലല്ലോ. ഓ, ഇതിനേക്കാളും നല്ലത് രുദ്രയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതായിരുന്നു. എന്നിട്ട് അവന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചാ മതിയായിരുന്നു.
എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തോ മാർഗം തെളിയാൻ പോവുകയാണ്. ഏതോ മാർഗം തെളിയാൻ പോവുകയാണ്. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. അവസാനത്തെ ശക്തിയുടെ കല്ല്. ഹെറോഷിയസ്, നീ ഇപ്പൊ ചെയ്യുന്നതൊന്നും ശരിയല്ല. ആ കല്ലുകൾ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തിരിച്ചു തന്നേക്ക്. സൂര്യൻ ഉദിക്കാൻ സമയമായി. ആ കല്ലുകൾ ശരിയായ സ്ഥലത്ത് പതിച്ചില്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. നോക്ക്. കണ്ടോ, ഞാൻ എവിടെ ഈ പവർ ഉപയോഗിച്ചാലും ചുമ്മാ വിരൽ ഞൊടിക്കുന്ന സമയത്തിനകം പലരും ഇവിടുന്ന് മാഞ്ഞു മറഞ്ഞു പോകുകയാണ്. കണ്ടോ, കണ്ടോ എന്റെ ഈ ശക്തി. ഇനി ഞാൻ ഈ ലോകത്തിന്റെ രാജാവാണ്. ഈ മുഴുവൻ ലോകത്തിന്റെ രാജാവ്. എന്നെ നിനക്ക് മാത്രമല്ല ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നാല് പോയെങ്കിലും തലയിലുള്ള ധിക്കാരം ഇനിയും അടങ്ങിയിട്ടില്ല അല്ലേ? നമ്മൾ കത്തിക്കരിഞ്ഞു പോകും. രുദ്ര രക്ഷിക്ക്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യേ. രുദ്ര നിർത്ത്.
രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska, push, Philo! ഇല്ല രുദ്ര, എന്റെ കല്ല് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. എത്ര നേരം ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാൻ പറ്റും? സൂര്യഗ്രഹണം പൂർണ്ണമാകാൻ പോവാന്ന് തോന്നുന്നു. ഇത്രയും രുദ്രമാര് ഒരേ സമയത്ത് ഒന്നിച്ചോ? നീ എന്തു വേണേലും ചെയ്തോ, പക്ഷേ ഇന്ന് നീ രക്ഷപ്പെടില്ല. ഒരുപാട് നേരമായി എലിയേയും പൂച്ചയും പോലെ ഓടിക്കളിച്ചോണ്ടിരിക്കുക. ഇനി എന്റെ സ്വപ്നം സഫലമാകാനായിട്ട് നിനക്ക് എന്നെ തടയാനാവില്ല. ആർക്കും തടയാനാവില്ല. രുദ്ര, വല്ല അവസാനത്തെ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോ, അത് പൂർത്തീകരിക്കാം. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത് ഹെറോഷിയസ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് ആ 5 കല്ലുകളും എവിടെയാ പതിക്കേണ്ടെന്ന് നോക്കണ്ടേ. ഇതാ ആ 5 കല്ലുകളും ഈ പുസ്തകത്തിൽ വെക്കേ. വരൂ, അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ മാപ്പ് ഫോളോ ചെയ്തു പോകാം. ഇരിക്കുന്നു പിരമിഡ്. അവിടെ വേണം നമുക്ക് കല്ലുകൾ പതിക്കേണ്ടത്. സൂര്യഗ്രഹണം എത്രയും പെട്ടെന്ന് അവസാനിക്കും. നമ്മുടെ അടുത്ത് അധികം സമയമില്ല. വേഗം ചെല്ലാം. ആ ബുക്കിൽ ഞാനൊരു ഡയഗ്രാം കണ്ടില്ലേ? 4 മൂലകളിൽ ഓരോരോ കല്ല്, പിന്നെ മുകളിലും 1. നിങ്ങൾ 4 മൂലയിലും വെച്ചോ, ഞാൻ മുകളിൽ വെക്കാം. നീ എങ്ങോട്ടാ പോകുന്നത് രുദ്ര? ഞാൻ നിന്നെ എങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. Ibaiska, stone fixieto. രുദ്ര, ഞാൻ ഇനിയും തോൽവി സമ്മതിച്ചിട്ടില്ല. ഹെറോഷിയസ്, കല്ലിനെ മുകളിൽ ഫിക്സ് ചെയ്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാരും അവസാനിച്ചു പോകും. ഇല്ല, ഇനിയിപ്പൊ നീ ആ 4 കല്ലുകളും എനിക്ക് തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. രുദ്ര, നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാണ്. ഈ സൂര്യകിരണങ്ങൾ കാരണം ഞാൻ കത്തി ചാമ്പലായി പോകുന്നു തോന്നുന്നു.
രുദ്ര, നീ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. നീ ഈ ലോകത്തെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. രുദ്ര, വളരെ വളരെ നന്ദിയുണ്ട്. നീ എൻ്റെ നഗരം മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ്. അവനോടൊപ്പം നിന്ന് നിന്നെ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്ക്. അത് ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. ഒരു കുഴപ്പമില്ല. എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ശരിക്കും നന്ദി പറയണമെങ്കിൽ അത് ബാബ ദീനോടാണ്. അദ്ദേഹം മാത്രമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര, ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ സ്ഥലത്തേക്ക് എങ്ങനെയാ പോകുന്നത്? അതോർത്ത് വിഷമിക്കണ്ട. ഒരല്പം മാജിക്കൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചയക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യം കുറച്ച് നാളുകൾ നിങ്ങൾ എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് നാൾ നിൽക്കണം. അതെ രുദ്ര, പറ്റില്ലെന്ന് പറയരുത്. ഞാനും എന്റെ കുട്ടികളും കുറച്ചു ദിവസം നിന്നോടൊപ്പം ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ നഗരം മൊത്തവും ചുറ്റിക്കാണിക്കാം. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു രുദ്ര. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. എന്റെ ബോസിന്റെ കഥ അവസാനിച്ചു. ഞാൻ ആരുമില്ലാതെ അനാഥവനായി പോയല്ലോ. എന്നെ നിങ്ങൾ ഈ ദർബാറിൽ ജോലിക്ക് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. കാരണം എന്റെ തല മാത്രം നരിൻ്റെതല്ല, എന്റെ ബുദ്ധി നരിനെ പോലെ വേഗമാണ്, നല്ല ഫാസ്റ്റ് ആണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.